അധ്യായം 25. ശമൂവേൽ മരിച്ചു. ഇസ്രായേലൊക്കെയും ഒരുമിച്ച് കൂടി അവനെക്കുറിച്ച് വിലപിച്ചു. രാമയിൽ അവന്റെ വീട്ടിനരികെ അവനെ അടക്കം ചെയ്തു. ദാവീദ് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. കർമ്മേലിൽ വ്യാപാരമുള്ള ഒരു മാവോന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മേലിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടായിരുന്നു. അവന് നാബാലെന്നും അവന്റെ ഭാര്യയ്ക്ക് അബീഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവന് നിഷ്ഠുരനും ദുഷ്കർമ്മിയുമായിരുന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു. നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ടു. ദാവീദ് 10 ബാലിക്കാരെ അയച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങൾ കർമ്മേലിൽ നാബാലിന്റെ അടുക്കൽ ചെന്ന് എൻ്റെ പേരിൽ അവന് വന്ദനം ചൊല്ലി, നന്നായിരിക്കട്ടെ, നിനക്കും നിന്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ, നിനക്കുള്ള സകലത്തിനും നന്നായിരിക്കട്ടെ. നിനക്ക് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിരുന്ന കാലത്തൊക്കെയും അവർക്കൊന്നും കാണാതെ പോയതുമില്ല. നിന്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവരും നിന്നോട് പറയും. അതുകൊണ്ട് ഈ ബാല്യക്കാരോട് ദയ തോന്നണം. നല്ല നാളിലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരണമേ എന്ന് അവനോട് പറവി. ദാവീദിന്റെ ബാല്യക്കാർ ചെന്ന് നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ പേരിൽ അറിയിച്ച് കാത്തുനിന്നു. നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ദാവീദാര്, ഈശായുടെ മകനാര്, യജമാനന്മാരെ വിട്ടുപോയി കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെയുണ്ട്. ഞാൻ എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്നവർക്കായി ഒരുക്കിയ മാംസവും എടുത്ത് എവിടുത്തുകാരെന്ന് അറിയാത്തവർക്കും കൊടുക്കുമോ എന്നുത്തരം പറഞ്ഞു. ദാവീദിന്റെ ബാല്യക്കാർ മടങ്ങി വന്ന് വിവരമൊക്കെയും അവനോട് അറിയിച്ചു. അപ്പോൾ ദാവീദ് തന്റെ ആളുകളോട്, എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടി. ദാവീദും വാൾ അരയ്ക്ക് കെട്ടി. ഏകദേശം 400 പേർ ദാവീദിന്റെ പിന്നാലെ പുറപ്പെട്ടു പോയി. 200 പേർ സാമാനങ്ങളുടെ അടുക്കൽ പാർത്തു. എന്നാൽ ബാല്യക്കാരിലൊരുത്തൻ നാബാലിന്റെ ഭാര്യയായ അബീഗയിലിനോട് പറഞ്ഞതെന്തെന്നാൽ, ദാവീദ് നമ്മുടെ യജമാനന് വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു. അവനോ അവരെ ശകാരിച്ച് അയച്ചു. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോടുകൂടെ ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടതെന്തെന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ യജമാനും അവൻ്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. അവനോ ദുസ്വഭാഗിയാകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ഉടനെ അബീഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്കമുന്തിരി കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുവീൻ, ഞാനിതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. തന്റെ ഭർത്താവായ നാബാലിനോട് അവളൊന്നും അറിയിച്ചിരുതാനും. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവന്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ്, മരുഭൂമിയിൽ അവൻ ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്. അവന്റെ വക ഒന്നും കാണാതെ പോയതുമില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും പുലരും വരെ ഞാൻ ജീവനോട് വെച്ചിരുന്നാൽ ദൈവം ദാവീദിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അബീഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനെ, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. അടിയനൊന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയന്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായ ഈ നാബേലിനെ യജമാനൻ ഗണ്യമാക്കരുതേ. അവൻ തന്റെ പേര് പോലെ തന്നെയാകും. നാബാൽ എന്നല്ലോ അവന്റെ പേര്. പോഷത്രമത്രേ അവന്റെ പക്കലുള്ളത്. അടിയനോ യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനെ, യഹോവയാണ്, നിന്നാണ് രക്തപാതകവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടഞ്ഞിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാനന് ദോഷം വിചാരിക്കുന്നവരാ നാബാലിനെ പോലെ ആകട്ടെ. ഇപ്പോൾ യജമാന്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാന്റെ പരിചാരകരായ ബാല്യക്കാർക്കിരിക്കട്ടെ. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാനന് സ്ഥിരമായ ഒരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല.
മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവപാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവണിയുടെ തടത്തിൽ നിന്നെന്ന പോലെ എറിഞ്ഞുകളയും. എന്നാൽ യഹോവ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രായേലിൽ പ്രഭുവാക്കി വയ്ക്കുമ്പോൾ അകാരണമായ രക്തം ചിന്തുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും മനോവേദയും യജമാനന് ഉണ്ടാകുകയില്ല. എന്നാൽ യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ. ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ നയിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സ്തുത്യം. രക്തപാതവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവർ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷപ്രജയൊന്നും നാബാലിന് ശേഷിക്കുകയില്ലായിരുന്നു. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി അവളോട്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാം. ഇതാ, ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അബീഗയിൽ നാബാലിന്റെ അടുക്കലെത്തിയപ്പോൾ അവൻ തന്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിന്റെ ഹൃദയം ആനന്ദത്തിലായി. അവൻ നന്നായി ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരമൊന്നും അവനെ അറിയിച്ചില്ല. എന്നാൽ രാവിലെ നാബാലിന്റെ വീഞ്ഞ് ഇറങ്ങിയ ശേഷം അവന്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജ്ജീവമായി. അവൻ കല്ലിച്ചുപോയി. 10 ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു. അവൻ മരിച്ചുപോയി. നാബാൽ മരിച്ചുവെന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്ദിച്ച നിന്ദയ്ക്കായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തന്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടയുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. നാബാലിന്റെ ദുഷ്ടത യഹോവ അവന്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീഗയിലിനെ തനിക്ക് ഭാര്യയായി പരിഗ്രഹിക്കേണ്ടതിന് അവളോട് സംസാരിപ്പാൻ ആളയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ കർമ്മേലിൽ അബീഗയിലിന്റെ അടുക്കൽ ചെന്ന് അവളോട്, നീ ദാവീദിന് ഭാര്യയായി തീരുവാൻ നിന്നെ കൊണ്ടു ചെല്ലേണ്ടതിന് ഞങ്ങളെ അവൻ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലം വരെ തലകുനിച്ചു. ഇതാ, അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് പറഞ്ഞു. ഉടനെ അബീഗയിൽ എഴുന്നേറ്റ് തന്റെ പരിചാരികളായ 5 ബാല്യക്കാരികളുമായി കഴുതപ്പുറത്ത് കയറി ദാവീദിന്റെ ദൂതന്മാരോടുകൂടെ ചെന്ന് അവന് ഭാര്യയായി തീർന്നു. ജസ്രിയിൽ നിന്ന് ദാവീദ് അഹീനോവമിനെയും കൊണ്ടുവന്നു. അവർ ഇരുവരും അവന് ഭാര്യമാരായി തീർന്നു. ശൗലോ തന്റെ മകളും ദാവീദിന്റെ ഭാര്യയുമായിരുന്ന മീഖളിനെ ഗലീമിനായ ലയിശിന്റെ മകൻ ഹൽത്തിക്ക് കൊടുത്തിരുന്നു.